അങ്ങനെ ഫൈനലി ഞങ്ങളും ബ്ലാസ്റ്റ് ഫിലിം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ മലയാളത്തിലെ RDX ഫിലിമിൻ്റെ ആ ഒരു വൈബൊക്കെ എനിക്ക് തോന്നി. നല്ല അടിപൊളി, നല്ല ത്രില്ലടിച്ച് കാണാൻ പറ്റുന്ന, ഒട്ടും ബോറടിക്കാതെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി സിനിമ കേട്ടോ. നമ്മൾ കുറേ പോസിറ്റീവ് റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടു. എസ്പെഷ്യലി ഞങ്ങൾ കൂടുതൽ അശ്വിൻ കോക്കിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ കാണാറുള്ള ആൾക്കാരാണ്. അപ്പോൾ അതിലൊക്കെ നമ്മൾ പോസിറ്റീവ് റിവ്യൂസ് കണ്ടപ്പോൾ പിന്നെ നമ്മൾ സ്പോട്ടിൽ തന്നെ പോയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തു പോയി കണ്ടു. നല്ല അടിപൊളി സിനിമ. പിന്നെ എസ്പെഷ്യലി ഇത് തിയേറ്ററിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു വൈബ് കിട്ടുള്ളൂ. നമ്മൾ ഈ OTT ബാക്കി ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലൊക്കെ ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണത് ആൾക്കാരിലേക്ക് എത്തുക എന്നുള്ളത് ഡൗട്ടാണ്. പക്ഷെ നമ്മൾ ആ ഒരു തിയേറ്റർ, ഒരു ഹൗസ്ഫുൾ തിയേറ്റർ, ആ ഒരു സൗണ്ട് എഫക്ട്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് കാണുമ്പോൾ നല്ല അടിപൊളിയാണ്. പിന്നെ ഋതുവിനായിട്ട് ഫിലിമിന് പോയി കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആൾ ഇതിനോട് യൂസ്ഡ് ആയി ഒരു ഇൻ്റർവെൽ ആകുമ്പോഴത്തേനും ആൾ ഉറങ്ങിക്കോളും. പിന്നെ ശ്രേയുവിന് വല്ലാതെ വീഡിയോസിലൊന്നും വരുന്നതൊന്നും അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന കാരണമാണ് അവൻ്റെ മുഖമൊക്കെ മാറിയിട്ട് പെട്ടെന്ന് അവൻ അവിടുന്ന് സ്കിപ്പ് അടിച്ച് പോയത്. ഋതു നല്ല ഉറക്കമായി ഉണ്ടായിരുന്നു. പിന്നെ ഉറങ്ങേണ്ട ടൈമും ആയി, ഒരു പുലർച്ചെ 2:30 ഒക്കെ ആയി നമ്മൾ സിനിമ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ. റൂമിലെത്തി കിടക്കുമ്പോൾ തന്നെ ഒരു 3:30-4 മണിയൊക്കെ ആയി. ഇത് നമ്മൾ ആ ഒരു ലോങ് വീക്കെൻഡ് ടൈമിലാണ് പോയി കണ്ടിട്ടുണ്ടായിരുന്നത് ഈ ഒരു സിനിമ. അതാണ് നമ്മൾ ഇത്രയും ലേറ്റ് ആയിട്ടുള്ള ഷോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും പോയി കണ്ടോളൂ. നല്ല അടിപൊളി സിനിമ.